എല്ലാ ലേഖനങ്ങളും, ഈ ബൈബിളിലുള്ള സകല ലേഖനങ്ങളും എഴുതിയിരിക്കുന്നത് രോഗസൗഖ്യമോ പെരിഫറൽ കാര്യമോ പറയാനല്ല. നമ്മളായിരിക്കുന്ന ലോകത്തിലെ നമ്മുടെ ജോലിയുടെ കാര്യമോ, നമ്മുടെ ശാരീരിക പ്രശ്നമോ, വീടിന്റെ കാര്യമോ, ഇതല്ല ഇവിടുത്തെ മേജർ തിങ്. ഇവിടുത്തെ ബൈബിളിലെ, പുതിയ നിയമത്തിലെ ലേഖനങ്ങളിലെ മേജർ കാര്യം എന്തെന്ന് ചോദിച്ചാൽ, ദൈവസഭയെ ദൈവം പണിയാൻ ആഗ്രഹിക്കുന്നു. ജീവനുള്ള കല്ലുകളായി ചേർന്ന് വന്നവരുടെ ജീവിത ശൈലി എങ്ങനെ ആകണം. അത് ഞാൻ എന്തിനാ പറയുന്നതെന്ന് ചോദിച്ചാൽ, രോഗസൗഖ്യം ഉണ്ടോ? 100%. നമ്മൾ രോഗസൗഖ്യം അനുഭവിച്ചവര് അനേകർ ഇതിനകത്ത് ഇരിപ്പുണ്ടായിരിക്കും. വെൻ വി മേജർ ഓൺ മൈനർ തിങ്സ്. മൈനർ ആണോ രോഗസൗഖ്യം? പറയാം. മത്തായി, മർക്കോസ്, ലൂക്കോസിൽ മിറക്കിൾ എന്നുള്ളത് എല്ലാ പേജിലും കാണാം. പക്ഷേ വർഷങ്ങൾ കഴിഞ്ഞ് എഴുതിയ യോഹന്നാന്റെ സുവിശേഷത്തിൽ മിറക്കിളിന് വേറൊരു പദം താൻ ഉപയോഗിക്കുക. ഏതാ പദം എന്നറിയാമോ? സയൻസ്. ഇത് അടയാളമാണ്. അടയാളം എന്ന് പറഞ്ഞാൽ മിറക്കിൾ അതിൽ തന്നെ പൂർണ്ണമല്ല. നമ്മളെല്ലാം കൂടെ ഓടി വന്ന എല്ലാ ദിവസവും ഇന്നൽപ്പം എന്ന് പറഞ്ഞാൽ നമ്മൾ ചൂണ്ടുവലകളുടെ മുമ്പിൽ നിൽക്കുമായിരുന്നു. എനിക്ക് ചൂണ്ടുവല ഒന്ന് കാണണം, എന്റെ ചൂണ്ടുവല കാണണം. യേശു അത്ഭുതം ചെയ്യുമോ? ചെയ്യും. ഇന്ന് ചെയ്യുമോ? ചെയ്യും. പക്ഷേ ഇതെല്ലാം അടയാളം എന്ന് പറഞ്ഞാൽ, ഇത് യേശുവിലേക്ക് എന്നെ തിരിച്ച് യേശുവിന്റെ സ്വഭാവവുമായി ഞാൻ താരതമ്യപ്പെടുന്ന ആ ജീവിതത്തിലേക്ക് വരുന്നില്ല എങ്കിൽ അത്ഭുതം അതിന്റെ ഉദ്ദേശം നടന്നില്ല. അതുകൊണ്ട് ആ ലേഖനങ്ങളെല്ലാം, ലേഖനമാകട്ടെ, ഗലാത്യ ലേഖനമാകട്ടെ, കൊരിന്ത് ലേഖനമാകട്ടെ, ഇതിന്റെ ഒന്നും ഫോക്കസ് എന്നുള്ളത് ഈ ലോകം എങ്ങനെ കുറച്ചുകൂടെ മനോഹരമാക്കാം എന്നുള്ളതല്ല. എങ്ങനെ നിത്യതയ്ക്കായി ഒരുങ്ങാം, എങ്ങനെ സഭ പണിയാം, ദൈവസഭ ദൈവം ഉദ്ദേശിക്കുന്ന പോലെ ആയി തീരാൻ വേണ്ടി. Those are the major things that you see in the Bible. Not about our comfort, not about how I can make more money and things like that.